ഇന്നത്തെ എൻ്റെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ള ചിക്കൻ തവയാണ്. അതായത് നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന അതേ രീതിയിലുള്ള ടേസ്റ്റിലുള്ള ചിക്കൻ തവ. അത് നമുക്ക് ചിക്കൻ നന്നായി സുർക്കയിലും ഉപ്പിലൊക്കെ ഇട്ട് പറയുന്നത് പോലെ തന്നെ നന്നായി വൃത്തിയാക്കി കഴുകിയെടുക്കുക. ഒരു അരമണിക്കൂറോളം സുർക്കയിലിട്ട് വെക്കണം കേട്ടോ. എന്നേരം ചിക്കൻ നന്നായിട്ട് വരിഞ്ഞെടുക്കുക. വരിഞ്ഞ് നൽകേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 4 കഷ്ണം ഇഞ്ചി, വലിയ കഷ്ണം 4 കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് പുതിന, ഒരു പിടി മല്ലിച്ചപ്പ്, 4 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ ഒരു മാഗിൻ്റെ ഇത് ഒറ്റൊന്ന് മതി. 2 ഇട്ടത് ഒന്ന് തന്നെ തിരിച്ച് കൊണ്ടെടുത്തേന് ഒന്ന് മതി. പിന്നെ ഒരു 2 കുടം വെളുത്തുള്ളി, പിന്നെ 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, മല്ലി ഉണ്ടെങ്കിൽ മല്ലി ഇട്ടെടുത്താൽ മതി. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂണ്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 2 ചെറുനാരങ്ങൻ്റെ നീര് ഫുള്ള് വേണം കേട്ടോ. അത് കംപ്ലീറ്റ് ഒഴിച്ച് കൊടുക്കുക. എന്നേരം നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ച് കൊണ്ടുവരിക. അപ്പോൾ അതിലേക്കുള്ള മസാലകൾ റെഡിയായി. ഇനി നമുക്കത് ചിക്കൻ മസാല തേച്ചിട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ നമുക്ക് എത്ര സൗകര്യം വെച്ചാൽ അത്ര സൗകര്യം ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ നന്നായിട്ട് മസാല ഉള്ളിലേക്കൊക്കെ പിടിക്കും. നല്ല ടേസ്റ്റുള്ളൊരു താഴെയാണ്. എന്നേരം അതിൻ്റെ മേലെ പിന്നെ ചില്ലി ഫ്ലെക്സ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. എന്നേരം പിന്നെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളത് ചെറിയ തീയാക്കിയിട്ട് വറക്കാൻ വെക്കുക. അങ്ങനെ വറക്കുമ്പോൾ അത് മൂടി വെക്കണം കേട്ടോ. മൂടി വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല ശരിക്കും കയറുള്ളൂ. മൂടി വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ വേഗം വെന്ത് ഇതാവും. മസാല കയറില്ല, വേവും ചെല്ലില്ല. പിന്നെ മൂടി വെച്ചാലേ വേവ് ചെല്ലുള്ളൂ. അങ്ങനെ തടിയുള്ള കാലല്ലേ. പിന്നെ അതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഇതുണ്ടല്ലോ നമ്മളെ പട്ട, ഗ്രാമ്പ്, ഏലക്ക പൊടി അത് വെതിരിട്ട് കൊടുക്കുക. അത് ഈ സമയത്തേ വെതിരിട്ട് കൊടുക്കാൻ പാടുള്ളൂ. പക്ഷെ മസാല തേക്കുമ്പോഴേക്കാട്ടി നല്ലത് നമ്മൾ വറുത്തിങ്ങനെ വരുമ്പോൾ അത് നല്ല മണവും നല്ല ടേസ്റ്റുമാണ്. ഇങ്ങനെ ഇഷ്ടപ്പെടാതെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്സ് ഓളെ